കയ്പാന്നും പറഞ്ഞ് ഈ പാവത്തിനെയാണോ ഇത്രയും നാളും മാറ്റി നിർത്തിയത്? ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കി പാവയ്ക്കയും ഇനി മുതൽ മധുരിക്കാൻ തുടങ്ങും. അപ്പോൾ അതിനായി ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടാവുമ്പോൾ കുറച്ച് ചെറിയുള്ളി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇടത്തരം 2 പാവയ്ക്ക കുരു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി യോജിപ്പിച്ച് 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് ഒരു മുറി ചിരവിയ തേങ്ങ, 2-3 ചെറിയുള്ളി, 5-6 വറ്റൽമുളക്, 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇളക്കി മൂപ്പിച്ച് കളറൊക്കെ മാറിയതാ ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് തരിയില്ലാതെ ഇതുപോലെ അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പാവയ്ക്കെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച് തേങ്ങായും ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് നാരങ്ങ വലുപ്പത്തിൽ വാളമ്പുളി കുതിർത്ത് പിഴിഞ്ഞെടുത്ത് പുളിവെള്ളവും ഒഴിച്ചു കൊടുത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് നന്നായി തിളപ്പിച്ച് ചാറെല്ലാം കുറുകി വറുത്തരച്ച തേങ്ങയെന്ന് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നതായി ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. ഇനി താളിപ്പിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, ചെറുതായി അരിഞ്ഞ് കുറച്ച് ചെറിയുള്ളി, 2 മുറിച്ച് 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം ചേർത്ത് ഇളക്കി മൂപ്പിച്ച് ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ പഴയകാല രുചിക്കൂട്ടിലെ പാവയ്ക്ക തീയൽ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.